ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാൻ. അതിൻ്റെ ടീസർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷൻ ചെയ്യാം അല്ലേ? അതിനുശേഷം ബാക്കി സംസാരിക്കാം. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Quresh Abram nexus in one place. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. Abram, Qureshi, Abram. I hear gunshots. We're moving in. Abram. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. ഒരു അടിപൊളി ടീച്ചർ തന്നെ, ഹൈപ്പിനോട് നീതി പുലർത്തി തന്നെ നല്ലൊരു ടീച്ചർ തന്നെ. നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ടീച്ചറിൽ നിന്ന്. നല്ല ക്വാളിറ്റി ഉള്ള പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ് ആദ്യം വന്നത്. എന്തോ കാർട്ടൂൺ പോലെ ഇരിക്കുന്ന, കാർട്ടൂൺ പോലെ എന്നല്ല, ഒരുപാട് എഡിറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞത് ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഒരു സീൻ, ഒരു ഫ്രെയിം വെച്ചിട്ടുള്ള. അപ്പോൾ അത് പക്ഷെ ഒറിജിനലാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ എഡിറ്റർ പറയുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് ചെയ്തു വെച്ചേക്കുന്നത് ടീച്ചറൊക്കെ കണ്ടിട്ട്. ഒരു ഇൻ്റർനാഷണൽ ലെവൽ ടൈപ്പ്, ഒരു ഹോളിവുഡ് ലെവൽ ടൈപ്പ് മേക്കിങ്. പടം എന്തായാലും കലക്കുന്നു തോന്നുന്നു. 27 മാർച്ചിനാണ്. ഇപ്പോൾ ട്രെയിലർ വരുമ്പോൾ കൂടുതൽ അറിയാലോ, കുറച്ചും കൂടി കാണിക്കണല്ലോ. മോഹൻലാലിൻ്റെ ആയാലും ചെറിയ ചെറിയ സീൻസ് കാണിക്കണുള്ളൂ. ബാക്കിയുള്ള ചെറിയ ചെറിയ ഷോർട്സ് കാണിക്കുന്നത്, മെയിനായിട്ടൊന്നും കാണിക്കണല്ലേ. പിന്നെ മ്യൂസിക് പിന്നെ ദീപക് ദേവ് അണ്ണിനെ പോലെ തന്നെ നല്ല നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ 3 ഭാഗമുണ്ടെന്നുള്ള പറയുന്നത്. അത് പൃഥ്വിരാജ് ഏതോ ഒരു ഇപ്പോൾ അടുത്ത് വൈറലായ ഒരു പോസ്റ്റ് വന്നിരുന്നു. അതിലെന്തോ കമൻറ്റിൽ ഒരാളൊരു ട്രയോളജി എന്നുള്ള രീതിയിൽ സംസാരിച്ച 3 പാർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു 3 പാർട്ടായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഒരു ഭാഗം കൂടി ഉണ്ടാവാം. സ്പിൻ ഓഫ് ഒരു ക്യാരക്ടറിന്റെ മാത്രം. അതായത് ഇത് തന്നെ ഉദ്ദേശിച്ച് പ്രീക്വലായിരിക്കും. കാരണം 10-25 വർഷം അവിടെ കേരളത്തിൽ ഉണ്ടായില്ലല്ലോ, പുറത്തിറങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ വർഷത്തെ ആ ടൈമിലുള്ള കഥയായിരിക്കാം പറയുന്നത്. അങ്ങനെയെന്ന് കണ്ടറിയാം. സിനിമ എന്തായാലും അവിടെ പൊരിക്കുന്ന ഒരു സംശയമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനൊരു വിജയം അനിവാര്യമായിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം ഇപ്പോൾ തുടർച്ചയായിട്ട് പരാജയം വരുന്നു. കോവിഡിന് ശേഷം അത്ര വലിയ നല്ല കളക്ഷനുള്ള പടങ്ങൾ വന്നിട്ടില്ല. കോവിഡിന് ശേഷം പറയാനാണെങ്കിൽ OTTയിലും പിന്നെ തിയേറ്ററിലായിട്ട് വന്ന പടങ്ങളിൽ ആകെ തിയേറ്ററിൽ വന്നതിൽ നേര് മാത്രം നല്ല ബോക്സ് ഓഫീസ് നല്ല കളക്ഷൻ വാരി.
പിന്നെ ദൃശ്യം ദൃശ്യം 2 കൊണ്ടാണ് OTT കൊണ്ടുവരക്കി. പിന്നെ ബ്രോഡാഡി അത്യാവശ്യം കളക്ഷൻ കിട്ടിയേന, ഒരു ഫാമിലി പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ബ്രോഡാഡിയും അതുപോലെ OTT കൊടുത്തു. പിന്നെ വന്നതൊക്കെ മോശം പടങ്ങളാണ്, എല്ലാം പൊട്ടിയ സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഫ്ലോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ബറോസും നല്ല ഡിസാസ്റ്ററായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു നല്ലൊരു വിജയം അനിവാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ജനുവരി 30 റിലീസിന് പ്ലാൻ ചെയ്താൽ തുടരും. അതും എന്തോ പോസ്റ്റ്പോണ്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതെന്തോ OTT റൈറ്റ്സ് അവർ വിചാരിച്ച പോലെ പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നാണ്. മോഹൻലാലിൻ്റെ വാല്യൂ ഇടിഞ്ഞത് അന്ന് റൂമറായിട്ടാണ്, ശരിയാണെന്ന് അറിയില്ല. മോഹൻലാലിൻ്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ട് മോഹൻലാലിന് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്നൊരു OTT റൈറ്റ്സ് വാല്യൂ ഉണ്ട്, അത് ഈ പടത്തിന് കിട്ടിയില്ല, അതിലും കുറവാണ് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇനി ഒന്ന് ബാർഗെയിൻ ചെയ്ത് ഏതെങ്കിലും ടീമായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇനി തിയേറ്ററിൽ റിലീസ് ഉണ്ടാവുള്ളൂ എന്നൊരു റൂമർ കേട്ടു. ഇനി അതായിരിക്കും പോസ്റ്റ്പോണ്ട് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ വേറെ പടങ്ങൾ പിന്നെ മാർച്ചിലാണ് ഇപ്പോൾ ഇത് എമ്പുരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കാത്തുവിട്ട് വരും, അപ്പോഴേക്കും വരുമായിരിക്കും, ടൈം ഉണ്ടല്ലോ. എന്തായാലും പടം പൊരിക്കുന്ന തരത്തിലൊരു സംശയമില്ല കേട്ടോ, നല്ല ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കണ്ടറിയാം അല്ലേ. പിന്നെ തിയേറ്ററൊക്കെ ചാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ടീസർ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് സംഭവമാണ്. തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ അങ്ങനെ സംഭവം ആദ്യത്തെയാണ്. എന്തായാലും കണ്ടറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം.